ശരിക്കും എല്ലാവരും കൂടി ഇരിക്കുന്നതാണ് പണ്ട് നമ്മൾ ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ബെഞ്ചിൽ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഒരാൾ നീങ്ങി കൊടുത്തിട്ട് കയറുന്നത് എന്നിട്ട് ടീച്ചർ വരാൻ നോക്കിയിരിക്കുന്ന പോലെ ഞാൻ വരുമ്പോൾ ടീച്ചർ വന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ ഇരിക്കുന്നതാണെന്ന് തോന്നിയത്. പിന്നെ എന്നാണ് വിശേഷം, പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഒത്തിരി അറിഞ്ഞു. ഇനി ഞാൻ നേരത്തെ ഒരു പ്രേക്ഷകരോട് ഒരു സസ്പെൻസ് പറഞ്ഞായിരുന്നേ, അത് ഞാൻ പറയണോ നിങ്ങൾ പറയോ? ഇല്ല അറിയത്തില്ലല്ലോ. പറയൂ, എന്നതാ എത്ര വലിയ സസ്പെൻസ്? അത് ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടായ്മയായ പുതിയ അമൃത ടിവിയിൽ പുതിയതായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സീരിയൽ, നമ്മുടെ സീരിയൽ ദേവാംഗന. അതാണ് സ്ത്രീകളെ ബേസ് ചെയ്തിട്ട് മാത്രം ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഖ്യ ടെക്നീഷ്യന്മാരൊക്കെ സ്ത്രീകളാണ് കൂടുതലും വർക്ക് ചെയ്തത്. എന്ന് വെച്ച് ബാക്കി എല്ലാവരും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു, എല്ലാ പുരുഷന്മാരില്ല എന്നല്ല, അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. അവരുടെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്രയും നന്നായിട്ട് എടുക്കാൻ പറ്റിയതും. നമ്മുടെ കഥയും അതുപോലെ തന്നെയാണ്. സ്ത്രീകളുടെ ഒരു സംഘടനയെ നമ്മുടെ കഥയിലൂടെ കടന്നു വരുന്നുണ്ട്. കുടുംബശ്രീ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കുടുംബശ്രീ ഈ കഥയിലൂടെ അറിയാതെ കടന്നു വന്ന് അതൊരു പശ്ചാത്തലമായി മാറുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ ഒരു വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതെടുക്കാൻ കാരണം, ഞാൻ ഒരുപാട് വർഷമായി ഈ സീരിയലും സിനിമയിലും ഇൻഡസ്ട്രി വന്നിട്ട്. അപ്പം എനിക്ക് നേരത്തെ തന്നെ ഡയറക്ഷനോടായിരുന്നു താല്പര്യം. പിന്നെ മോനുണ്ടായപ്പം ആക്ടിങ് നിർത്തി. അപ്പം അങ്ങനെ കൈരളിയിൽ പ്രോഗ്രാം ഡയറക്ടറായിട്ട് കയറി. അതിനുശേഷം വടക്കൻ സെൽഫിയിൽ അസിസ്റ്റ് ചെയ്തു. പിന്നെ ജയരാജ് സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വന്നപ്പം നമ്മൾ ചാനലിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഒരു സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും മാറിപ്പോയി ഓരോ പ്രപ്പോസൽ കൊടുക്കും, ഒന്നും ശരിയാവുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് പേര് അങ്ങനെ വർക്ക് ചെയ്തവരെ മേക്കപ്പിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും എല്ലാത്തിലും കാണുന്നുണ്ട്. ആർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഭയങ്കരമായ ഒരു എവിടേക്കോ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം ഞാൻ ഓർത്തു നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നു ഇത് അമ്മയുടെ ചാനലാണല്ലോ അമൃത, അങ്ങനെ നമുക്ക് സമീപിച്ച് നോക്കാം എന്നും പറഞ്ഞ് നമ്മൾ സമീപിച്ചു. അവർക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നി, നമ്മളെ വിളിച്ചു. അമ്മയല്ലേ എത്രയായാലും മക്കൾ കഷ്ടപ്പെടുന്നതും അതിൻ്റെതായ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നാച്ചുറലി അമ്മമാരോട് അടയ്ക്കും. അത് സത്യം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാനേ ഉള്ളൂ, പക്ഷെ അതിനകത്തൊരു വലിയ ത്രെഡാണ്, വലിയൊരു കാര്യം, സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സ്ത്രീയുടെ പ്രശ്നം. പക്ഷെ അതൊരു കുഞ്ഞു ഫ്രെയിമിലേക്ക് ആക്കാനും മാത്രം എങ്ങനെ പറ്റി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു ഫ്രെയിമിന് പറ്റുന്ന രീതിയിൽ ആ കഥയെ നമ്മൾ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന മറ്റ് സ്ത്രീകൾ, നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരുടെ കഥകൾ തന്നെയാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീകളുടെ വിഷമങ്ങളും അവരുടെ ആവലാതികളും ഇപ്പോഴത്തെ ആനുകാലികമായിട്ട് മൊബൈലിനോടുള്ള കുട്ടികളുടെ അമിതമായ താല്പര്യവും അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും അങ്ങനെ ഒരു മെസ്സേജും കൂടെ കൊടുത്തിട്ട് നമ്മൾ ചെറിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു ഈ സബ്ജക്റ്റിനെ. ഓക്കെ. അപ്പോൾ ചേച്ചി ശരിക്കും പറഞ്ഞ മൊബൈലിൻ്റെ കുട്ടികളുടെ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ട് അത് ആപത്തുകളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം മെയിൻ. പക്ഷെ ചേച്ചി ആസ് ഒരു സീനിയർ പേഴ്സൺ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കുട്ടികളെ ആദ്യം വഴക്ക് പറയുന്നതിന് മുമ്പ് ഒരു പാരൻസിന് ഒരു അവയർനെസ് ആദ്യം കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും വേണം. ഇപ്പോഴും അതെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അമ്മ മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കുകയാണ്, അവന് പഠിപ്പിക്കുന്നില്ല. അവൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാൽ മതിയോ, എന്നെ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പം ആദ്യം നമ്മൾ തീർച്ചയായിട്ടും അമ്മമാർക്കും ഒരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമുണ്ട്. അവരിൽ കൂടി വേണം കുട്ടികൾ കുറെയൊക്കെ മനസ്സിലാക്കുക. അല്ല ആദ്യമേ അടുത്ത തലമുറ എന്ന് പറയും, ഈ തലമുറയാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ തലമുറയിലാണ് ഈ മൊബൈലിന്റെ എനിക്ക് തോന്നുന്നു അതിപ്രസരം ഉണ്ടായതെന്ന് തോന്നുന്നു. അത് സത്യം, ആ പറഞ്ഞത് വളരെ സത്യം. സീനായ്ക്ക് ഇപ്പൊ എത്ര മക്കളുണ്ട്? രണ്ടുപേരെ എങ്ങനെ വളർത്തുന്നു അതൊന്ന് പറഞ്ഞു തന്നെ. മൊബൈൽ കൊടുത്തിട്ട് ഞാൻ വളർത്തുന്നില്ല. മൊബൈൽ ഉണ്ടോ? മൊബൈലുണ്ട്, മൊബൈൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇതുപോലെ പലപ്പോഴും സംഭവിക്കുന്ന, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി തിരക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ, മുമ്പ് കുഞ്ഞുങ്ങൾക്ക് TV ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ TV ഇടത്തില്ല, നമ്മൾ കയ്യിലിരിക്കുന്ന മൊബൈൽ പെട്ടെന്ന് കൊടുക്കും അവർക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം പ്രത്യേകിച്ച് നെറ്റൊക്കെ ഉള്ള ഫോണാണെങ്കിൽ കുട്ടികൾ അത് എന്താണ് നമുക്ക് എടുക്കുന്നതെന്ന് പോലും ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ അവർക്കറിയില്ല, അവർക്ക് ആക്സസ് ഉണ്ട്.
ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുത്തി 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 പോകും. അവർ ഈ ചിലപ്പോൾ ഈ കാർട്ടൂണാണ് ഈ കുത്തി കുത്തി പോകുന്നത്. അപ്പോൾ അത് പലപ്പോഴും അത് വേറൊരു അപകടത്തിലേക്ക് പോകാം. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള വെർഷൻ, അത് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കാർട്ടൂൺ വീഡിയോ ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ കാണുള്ളൂ. എത്ര കുത്തിയാലും അതേ കാണുള്ളൂ. ഓക്കെ, അത് മുൻകൂട്ടി ഈ അമ്മ ഒരു കമ്പ് മുന്നേ എറിയുന്നതെന്ന് പറയുന്നതല്ല, അവിടെ വെച്ച് ലോക്കാണ്. പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെ ആവണം എന്നില്ലല്ലോ. എല്ലാവരും ഈ പറഞ്ഞ പോലെ സിനെ പോലെ അത്രേ ഉള്ളൂ എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇപ്പൊ ഉള്ള 3 വയസ്സായ ഒരു കൊച്ച് അവർക്ക് എത്രയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നാല് അവരത് എടുക്കാൻ അവർക്കറിയാം. ഇപ്പൊ പഠിച്ചുപോയി. അതെ, നമ്മളെക്കാളും ഈ മൊബൈലിലെ ഈ മൊബൈൽ ഇപ്പൊ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരെങ്കിലും വിളിച്ചാല് എടുക്കുക, അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഒന്ന് അയക്കാം. അതിനപ്പുറം എനിക്കറിയില്ല. ഇപ്പൊ ഒരു കുഞ്ഞ് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് ഒരു 3 വയസ്സായ കൊച്ച് അവൻ കാർട്ടൂൺ ഏതൊക്കെയാണെന്ന് തെരഞ്ഞെടുക്കുന്നു, ഒന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അവൻ തന്നെ ഇതെല്ലാം എടുക്കുന്നു. നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ കുട്ടികളുടെ നിന്നാ പഠിക്കുന്നത്. മോനെ ഈ ആപ്പ് എങ്ങനെ എടുക്കുന്നത്, ഈ ആപ്പ് എങ്ങനെ എടുക്കുന്നത് ചോദിച്ചിട്ട് നമ്മൾ അവരിൽ നിന്നും പഠിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മള് വളർന്ന ഒരു സാഹചര്യം അല്ല ഇപ്പം. ഒരുപാട് ഫോർവേഡ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു കഥ ഇത് തന്നെ വേണം. വിജയന്തി എഴുതുമ്പോൾ ഈ കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വിമൻ ഓറിയന്റഡ്, വിമൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെടുക്കാം, എനിക്കൊരു സീരിയലാക്കാം, അല്ലെങ്കിൽ അതൊരു മെസ്സേജ് പോലെ നമ്മുടെ നാട്ടുകാർക്ക് എത്തട്ടെ എന്ന് ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്തെന്ന്. അങ്ങനെ ഇന്ന സബ്ജക്റ്റ് എടുക്കാം എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നില്ല. നമ്മളിങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ചുറ്റിനുമുള്ള ചേച്ചിമാരും അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ കണ്ട ജീവിതങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. അപ്പം അതൊരു കഥയായിട്ട് കൊണ്ട് കൊടുത്തപ്പം എല്ലാവർക്കും അതിനെ ഒരു താല്പര്യം വന്നു. അതുകൊണ്ട് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായത്. ഇതിനകത്ത് ഈ മൊബൈൽ മാത്രമല്ല, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ കൊച്ചു കുട്ടികളെ ഇപ്പം 3ഉം 4ഉം വയസ്സുള്ള കുട്ടികളെ വരെ റേപ്പ് ചെയ്യപ്പെടുകയാണ്. അവരുടെ സൗന്ദര്യമോ അവരുടെ ആകാരപടിവോ ഒന്നുമല്ല കാരണം. മെലിഞ്ഞുണങ്ങിയ ഒരു പെൺകുട്ടിയാണ് മിക്കവാറും നമ്മൾ കാണുന്ന, ഒരു സൗന്ദര്യമില്ലാത്ത പെൺകുട്ടികളൊക്കെയാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ സബ്ജക്റ്റിൽ വന്നിട്ടുണ്ട്. വേറെയും ഒരു കാര്യം മാത്രമല്ല, 3-4 പേരിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. പിന്നെ സ്ത്രീകളെ എന്തുകൊണ്ട് പശ്ചാത്തലമാക്കിയെന്ന് വെച്ചാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയണ്ടേ? അത് പറയണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് സൊസൈറ്റിയിലേക്ക് എത്തട്ടെ. സ്ത്രീകൾ ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അവെയർ ഓഫ് ദാറ്റ് അല്ലേ, അതല്ല നമ്മൾ അറിയിക്കുന്നു സൊസൈറ്റിയിലേക്ക്. സീനയുടെ ക്യാരക്ടർ എന്താ അതിനകത്ത്? ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഭാനുമതി എന്നൊരു കഥാപാത്രമാണ്. പാവപ്പെട്ട ഒരു വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ഭർത്താവ് മരിച്ച് ഒരു പെൺകുട്ടിയുണ്ട്. മോളുടെ വിഷയം എന്ന് പറയുന്നത് അവൾ സ്കൂളിൽ പോകുന്നു, അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കാണുന്നു, അവരെ പോലെ ഒന്നും ആവാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്കൂളുകളിൽ ഈ മൊബൈൽ കൊടുത്തു വിടുന്ന, എൻ്റെ കഥയാണ് ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ മൊബൈൽ കാണുന്നു, അപ്പോൾ അവൾക്ക് ഈ ഏറ്റവും കൂടിയ ഈ ഐഫോണിൻ്റെ വേർഷൻ വേണം. വീട്ടു ജോലിക്ക് പോകുന്ന അമ്മയോടാണ് ഈ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താണ് ഒരു നക്ഷത്രങ്ങളുടെ ലോകത്താണ് പുള്ളിക്കാരി ഇപ്പോൾ. പക്ഷേ എന്തുകൊണ്ടോ അവിടെ പോയിട്ട് അതിൻ്റെ ഒരു അയൽവക്കത്ത് പോലും അവൾ എത്തുന്നില്ല. അവളുടെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഞങ്ങളുടെ കഥയിൽ നിഴലിക്കുന്നത് മുഴുവനും. അവിടുന്ന് അവൾ എങ്ങോ എനിക്ക് നഷ്ടപ്പെടുന്നു. ഭാനുമതി കുടുംബശ്രീയിലൊരംഗമാണ്. അപ്പോൾ ഈ ഭാനുമതി പല ആളുകളുമായിട്ട് മിങ്കിളാവുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ബാക്കി കഥാപാത്രങ്ങളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ എങ്കിലും അവസാനം എല്ലാവരും മുന്നിട്ടിറങ്ങുന്നു. അത് അവിടെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്നതിലുപരി കേരളത്തിലുടനീളം എന്താണ് വിസ്തരിച്ച് കിടക്കുന്നതല്ലേ. ഇപ്പോൾ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ശക്തി തന്നെയാണ്. അത് പല കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്കെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിന് തന്നെ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന അത്രത്തോളം വളർന്നിരിക്കുകയാണ് കുടുംബശ്രീ. അപ്പോൾ ഈ കുടുംബശ്രീ കൂട്ടായ്മയിലൂടെ ഈ കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. നമ്മളിവിടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇപ്പോൾ ഈ മൊബൈലിന്റെ ദുരുപയോഗം എന്നുള്ളത് പോലെ തന്നെ മൊബൈലിന്റെ നല്ല ഒരു ഉപയോഗ വശം അല്ലേ ചേച്ചി? അത് ഈ കുടുംബശ്രീയില് ഒരാൾ കേരളത്തിൽ ഉടനീളം ഉണ്ടല്ലോ കുടുംബശ്രീകള്. അപ്പൊ ആ കുടുംബശ്രീ യൂണിറ്റില് എല്ലാം ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കണ്ടുപിടിച്ചൊക്കെ തരും. അത്രയ്ക്കും ശക്തിയാണ് ഇന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വൈജയന്തി ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, നന്മയും തിന്മയും അല്ലെ. ഇതിനകത്ത് നല്ല കാര്യമുണ്ട്, ഒരു വശം മാത്രമല്ല, അത് രണ്ടും പുള്ളിക്കാരി
കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പം ഈ സംഘടനയിൽ കുക്കിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അവരതിലേക്ക് എത്താതെ അവരവരുടെ ആക്ടിവിറ്റീസിൽ മാത്രം ഇങ്ങനെ ആയി നിൽക്കുക. അല്ലാതെ ഒരു മെസ്സേജും കൂടിയാണ് നമുക്കിങ്ങനെയും ചെയ്യാം. ശരിക്കും ഇതൊരു സബ്ജക്ട് ചെയ്യുമ്പം ആരെങ്കിലുമായിട്ടൊരു ഇരുന്ന് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയൊക്കെയാണ് കഥ എഴുതുന്നത്. ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ നിന്നൊക്കെ അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ അറിയാതെ കടന്നു വന്ന പ്രശ്നങ്ങളിൽ നിന്നും കഥ രൂപപ്പെട്ടതാണ്. അങ്ങനത്തെ വല്ല റിയൽ ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ടോ? അതിനകത്തുള്ള ഉണ്ട്, റിയൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ അതൊരു തുറന്നു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓ അത് ശരി. അപ്പൊ അതുമൊക്കെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓ അപ്പൊ ശരിക്കും ഇത് നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഇതിപ്പോ കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്കും കാണാൻ തോന്നുന്നുണ്ട്. കാര്യം ഒരു സ്ത്രീയുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന, അതും നമ്മുടെ ഈ പഴയ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് അറിയാം, ഒരു സ്ത്രീയുടെ പ്രശ്നം ഒരു സ്ത്രീക്ക് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വേറൊരു നമ്മളൊരു ആണിനോട് ചെന്ന് പറയുമ്പോൾ ഓ അത് ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ആ ഒരു സീരിയസ്നെസ് അത്രയ്ക്ക് ഇത്രേ വരുള്ളൂ. പക്ഷേ ഒരു മകൾ എപ്പോഴും ചെന്ന് ഓടിച്ചെന്ന് ഒരു അമ്മയോടൊരു ദുഃഖം പറയുമ്പോൾ മാത്രമേ ആ അമ്മ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ആ ഒരു ആശ്വാസവും എല്ലാം ഒരു അമ്മ തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ? ആ ഒരു ഇതും കൂടെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു.